കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷും കൂട്ടരും സന്തോഷത്തോടുകൂടി തറവാട്ടമ്പലത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. യാത്രയ്ക്കിടയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുധീഷ് പുറകിലിരിക്കുന്ന നിധിയെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുകയാ. നിധി സന്തോഷത്തോടുകൂടി നികേഷിനോടും ചാന്ദിനിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും അവളെ മിററിലൂടെ നോക്കി എന്നെ ശ്രദ്ധിക്കുന്നേയില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചവൻ പാട്ട് ഉച്ചത്തിൽ വെക്കുകയാണ്. എന്നിട്ടും അവൾ നിർത്താതെ ചാന്ദിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉറക്കത്തിലായിരുന്ന അച്ഛനും എഴുന്നേറ്റ്, എന്താടാ ഇത്ര ഉച്ചത്തിൽ പാട്ട് വെച്ചിരിക്കുന്നത്? ഒരാൾ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ നീ? ഇങ്ങനെ ഉച്ചത്തിൽ പാട്ട് വെച്ചാൽ പുറകിൽ നിന്ന് ഹോൺ അടിച്ചാൽ വരെ കേൾക്കുമോ? സൗണ്ട് കുറയ്ക്കടാന്ന് അച്ഛൻ പറയുമ്പോഴേക്കും സുധീഷ് ദേഷ്യത്തോടെ സൗണ്ട് കുറയ്ക്കുക. ഇതെല്ലാം കണ്ട് ഹരീഷും നികേഷും പുഞ്ചിരിയോടെ സുധീഷിനെ തന്നെ നോക്കുക. അവൻ പരിഭവത്തോടെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഒരുമിച്ച് സംസാരിച്ചു പോകാൻ വേണ്ടിയല്ലേ കാറിൽ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ മാത്രം സംസാരിച്ചാൽ എങ്ങനെയാ? വണ്ടി ഓടിക്കുന്ന എനിക്കൊരു കമ്പനി വേണ്ടേ? അത് കേട്ട് നികേഷും, സുധീഷേട്ടാ ഞാൻ വേണമെങ്കിൽ കമ്പനി തരാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും ചിരിക്കുന്നുണ്ട്. നീ സംസാരിക്കുന്നത് ആർക്ക് കേൾക്കണം എന്ന് ദേഷ്യത്തോടെ പിറുപിറുത്ത് നിധി, ഇയാൾക്കെല്ലാം കംഫർട്ടബിൾ അല്ലേ, വണ്ടി നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുക. എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞ് നിധി വീണ്ടും ചാന്ദിനിയോടായി സംസാരിക്കുന്നത് കാണെ സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. വീട്ടിലേക്കൊരു പെണ്ണ് വന്നതേയുള്ളൂ, രണ്ടും കൂടി നിർത്താതെ സംസാരമാ. അങ്ങനെ യാത്രക്കിടയിൽ വഴിയറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാനായി സുഭാഷേട്ടൻ പറയുകയും സുധീഷ് വണ്ടി നിർത്തി ഇറങ്ങി വഴി ചോദിച്ച് യാത്ര തുടരുകയും ചെയ്യുകയാണ്. പിന്നീട് അവർ നാട്ടിലെത്തുമ്പോഴേക്കും സുധീഷ് സുഭാഷേട്ടനോടായി പറയുന്നുണ്ട്, അച്ഛനോട് തറവാട്ടമ്പലത്തിലേക്കുള്ള വഴി ചോദിക്കാൻ. ഹലോ മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങളോടാ ചോദിക്കുന്നത് എന്ന് സുധീഷ് വിളിച്ചു പറയേ. അച്ഛാ നിങ്ങളോട് ചോദിക്കുന്നതെന്ന് സുഭാഷും. എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ, ഏതെങ്കിലും ഒരു ചായക്കടയിൽ നിർത്തി ചോദിക്കുന്ന അച്ഛനും. അത് കേട്ട് നിധിയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെയല്ലേ ജനിച്ചത്? അത് കേൾക്കെ അച്ഛനും, നീ ജനിച്ചത് മുതൽ ഇപ്പോൾ വരെയുള്ള സംഭവങ്ങളെല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കേ. അത് തക്കലയിലാണെന്ന് നിധിയും. നിന്നെ ഇപ്പോൾ തനിച്ചു വിട്ടാൽ നിനക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമോന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുക. എന്താ പോവാൻ കഴിയാത്തത്? അതെല്ലാം പോവുമെന്ന് നിധിയും. ഇവിടെ നിന്നെ ഇറക്കി വിട്ടാൽ ഇവിടെ നിന്ന് നിനക്ക് തനിച്ചു പോവാൻ കഴിയുമോ എന്ന് അച്ഛൻ വീണ്ടും ചോദിക്കേ. ഇവിടെ ഇറക്കി വിട്ടാലൊന്നും പോവാൻ കഴിയില്ല, എന്റെ വീട്ടിൽ നിന്ന് പോവാൻ അറിയാമെന്ന് നിധിയും. സുധീഷും ചിരിയോടെ പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് നിധിയെ ഇറക്കി വിട്ടാലും നിധിക്ക് തനിച്ച് വീട്ടിൽ വരാൻ കഴിയില്ല. എന്നിട്ട് ഇയാളാണോ തനിച്ചു പോകുമെന്ന് പറയുന്നത്? ചുമ്മാ ഓരോന്ന് തട്ടിവിടാതെ. നോക്ക് നിധി, എവിടെ പോവുകയാണെങ്കിലും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അറിയാത്ത സ്ഥലത്ത് കാണാതായാൽ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാകും എന്നവൻ പറയുന്നത് കേൾക്കെ നിധിയും ദേഷ്യത്തോടെ കൂടുതൽ സംസാരിക്കാതെ വണ്ടി ഓടിക്കാൻ നോക്കെന്ന് പറയുകയാണ്. പ്രകൃതി സുന്ദരമായ ആ നാട്ടിലൂടെയുള്ള കാഴ്ചകൾ കണ്ട് നികേഷും സൂപ്പർ ആയിട്ടുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. യാത്രക്കിടയിൽ സുധീഷ് വീണ്ടും അച്ഛനോടായി, മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങൾക്ക് നാട്ടിൽ വീടോ സ്ഥലമോ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കേ. നികേഷും പറയുന്നുണ്ട്, അത് ശരിയാ സുധീഷേട്ടാ, നമുക്കവിടെ വീടോ സ്ഥലമോ വല്ലതും ഉണ്ടാവുമോ? വീടോ സ്ഥലമോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സർപ്രൈസായി ഇത് നിങ്ങളുടെ വീടും സ്ഥലവുമാണെന്നൊക്കെ പറയുമോ? അതിനൊക്കെ സാധ്യതയുണ്ടോ എന്ന് അവൻ ചോദിക്കുക. അതൊക്കെ വല്ല സിനിമയിലും കാണാം, അങ്ങനെ ഉണ്ടാവാൻ ഒരു വഴിയുമില്ല. താമസിക്കുന്ന വീട് തന്നെ കേസില്ല, എന്നിട്ടാണോ സ്വത്തുണ്ടോ സ്ഥലമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. ശരി, അതെല്ലാം വീട്, നമ്മളിപ്പോ എവിടെ താമസിക്കും എന്ന് നിധി ചോദിക്കേ. അവിടെയുള്ള മണി എന്നൊരാളെ ഞാൻ വിളിച്ചിരുന്നു, അവിടെ താമസിക്കാൻ ഒരു വീടുണ്ടെന്നാ പറഞ്ഞത്. തറവാട്ടമ്പലത്തിലേക്ക് ആര് വന്നാലും ആ വീട്ടിലാണ് താമസിക്കുന്നത്, നമ്മളും അവിടെയാണ് താമസിക്കുന്നത്. പിന്നീട് അവർ ജംഗ്ഷനിൽ വണ്ടി നിർത്തി മണി എന്ന ആളെ വെയിറ്റ് ചെയ്ത് നിൽപ്പാ. സുഭാഷേട്ടാ സ്ഥലമെത്തി, ഞാൻ ആ ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് തന്റെ മൊബൈൽ എടുത്ത് മണിയെ വിളിക്കാൻ തുടങ്ങുകയാണ്. ജംഗ്ഷനിലെത്തിയിരുന്ന മണിയും കോൾ എടുക്കുമ്പോഴേക്കും, ചേട്ടാ ഞങ്ങളിവിടെ എത്തിയെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയല്ലേ നിങ്ങൾ നിൽക്കുന്നതെന്ന് ആ ചേട്ടൻ ചോദിക്കേ. അതെ, ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെന്ന് സുധീഷും. അതെയോ എന്ന് ചോദിച്ച ആ ചേട്ടൻ നോക്കുമ്പോഴേക്കും സുധീഷിന്റെയും കൂട്ടരുടെയും കാർ കാണുന്നുണ്ട്. ഓ ഞാൻ കണ്ടു, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആ ചേട്ടൻ അവരുടെ അരിയിലേക്ക് പോവുകയാണ്. സുധീഷ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും സുധീഷിന്റെ കൂടെ ഇറങ്ങുകയാണ്. അച്ഛൻ അവിടെ നിന്ന് നടന്നു പോകുന്നത് കണ്ട് അച്ഛൻ ഇങ്ങോട്ട് പോകുന്നത് എല്ലാ റോഡും കണ്ടാൽ ഒരുപോലെയുണ്ട്, എവിടെയെങ്കിലും പോയി വഴി തെറ്റണ്ട എന്ന് ഓർമ്മിപ്പിക്കേ. എന്റെ നാട്ടിൽ എനിക്ക് വഴിതെറ്റുമെന്നോ? എന്റെ നാട്ടിലെ കാറ്റനെ മാടി വിളിക്കുന്നത് കണ്ടില്ലേ? ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് അച്ഛൻ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും, അച്ഛാ നമ്മൾ താമസിക്കുന്ന സ്ഥലം പോലും എവിടെയാണെന്ന് അച്ഛൻ അറിയില്ല, അതെവിടെയാണെന്ന് മനസ്സിലായിട്ട് പോയി ചുറ്റിക്കറങ്ങാമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഈ നാട്ടിലെ എല്ലാ സ്ഥലവും എനിക്കറിയാം, രാത്രി കഴിക്കാനുള്ള ഫുഡെല്ലാം വാങ്ങിവെച്ചോ, ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് നടന്ന് നീങ്ങുകയാ. സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇയാളെന്താ ഇങ്ങനെ? ഇത്രയും സമയം ചോദിച്ചിട്ടും നാട്ടിലേക്കുള്ള വഴി പോലും പറഞ്ഞു തന്നില്ല. ഇപ്പൊ എല്ലാം അറിയാമല്ലോ എന്ന്. നാട്ടിലെത്തി എല്ലാം കണ്ടപ്പോ ഓർമ്മ വന്നിട്ടുണ്ടാകാമെന്ന് സുഭാഷേട്ടൻ.
സുഭാഷേട്ടൻ സപ്പോർട്ട് ചെയ്താ അയാളെ ഇങ്ങനെ ആക്കിയത് എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മണി അങ്ങോട്ടെത്തുകയും അയാൾ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ് കുടുംബമായിട്ടാണല്ലോ വന്നത്. എന്നെ വിളിച്ചത് സുധീഷ് എന്നൊരാളായിരുന്നല്ലോ എന്ന് ചോദിക്കേ ഞാൻ തന്നെയാണതെന്ന് പറഞ്ഞ് സുധീഷ് എല്ലാവരെയും മണിക്ക് പരിചയപ്പെടുത്തുകയാണ്. അല്ല, നിങ്ങളുടെ അച്ഛൻ എവിടെയെന്ന് മണി ചോദിക്കേ അച്ഛൻ നാട് കണ്ടതും കറങ്ങാനിറങ്ങി. നിങ്ങൾക്ക് നിങ്ങളുടെ തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിയില്ലേ? നിങ്ങൾ ഇതുവരെ തറവാട്ടമ്പലത്തിലേക്ക് വന്നിട്ടില്ലേ എന്ന് മണി ചോദിക്കുക. തറവാട്ടമ്പലത്തിന്റെ കാര്യം തന്നെ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇത്ര നാളുകൾക്കു ശേഷം നിങ്ങൾ ഇവിടെ എത്തിയെങ്കിൽ അത് ഈശ്വരൻ തന്നെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്. നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എന്റെ വണ്ടിയുടെ പുറകെ വന്നാൽ മതി എന്ന് പറഞ്ഞ അയാൾ തന്റെ വണ്ടി എടുക്കുമ്പോഴേക്കും സുധീഷും കൂട്ടരും കാറിൽ കയറി അയാളുടെ പുറകെ പോവുകയാണ്. അങ്ങനെ അവർ താമസിക്കുന്ന ആ വീട്ടിലെത്തുകയാണ്. മണി പറയുന്നുണ്ട്, സുധീഷേ, ഇതാണ് നിങ്ങൾ താമസിക്കുന്ന വീട്. ഈ സമയത്ത് തറവാട്ടമ്പലത്തിലേക്ക് പോവാൻ കഴിയില്ല. ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ യാത്രയുണ്ട്. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ടയേർഡായിരിക്കും. നന്നായി റെസ്റ്റ് എടുക്കും. നാളെ രാവിലെ തറവാട്ടമ്പലത്തിലേക്ക് പോവാമെന്ന്. അപ്പോഴാണ് ആ വീട് ശ്രദ്ധിച്ചുകൊണ്ട് നികേഷും ഈ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കൂടി താമസിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ഹരീഷും പറയുന്നുണ്ട്, നമ്മുടെ ആ വീട്ടിൽ നമ്മൾ 6 പേരും കൂടിയല്ലേ താമസിച്ചിരുന്നത്, പിന്നെയാണോ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തതെന്ന്. അത് കേൾക്കാൻ മണിയും പറയുന്നുണ്ട്, ആര് തറവാട്ടമ്പലത്തിലേക്ക് വന്നാലും ഈ വീട്ടിലാണ് താമസിക്കുന്നത്. സുഭാഷൻ ചോദിക്കുന്നുണ്ട്, തറവാട്ടമ്പലത്തിലേക്ക് ആര് വന്നാലും ഇവിടെയാണ് താമസിക്കാറ്. 100 വർഷത്തോളം പഴക്കമുള്ളൊരു തറവാട്ടമ്പലമാണ്. വിശേഷപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നാളെ തറവാട്ടമ്പലത്തിൽ ഒരു പ്രത്യേക പൂജയും വഴിപാടുമൊക്കെ നടക്കുന്നുണ്ട്. പല നാട്ടിൽ നിന്നും ജനങ്ങൾ അങ്ങോട്ടെത്തും. ഇപ്പൊ നിങ്ങൾക്ക് തറവാട്ടമ്പലം എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇടയ്ക്കിടെ വരണം. അപ്പോഴാണ് നിധി അവിടെ അഴിച്ചിട്ടിരിക്കുന്ന ചെരുപ്പുകൾ ശ്രദ്ധിക്കുന്നത്. അകത്ത് വേറെയും ആളുകളുണ്ടെന്ന് തോന്നുന്നല്ലോ, ചെരുപ്പ് കിടക്കുന്നുണ്ടല്ലോ എന്ന് നിധി ചോദിക്കുക. നിങ്ങൾ തിരുവനന്തപുരത്തു നിന്നല്ലേ? അവിടെയുള്ള വേറെ ചില വീട്ടുകാരും ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. അത് വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തക്കാർ തന്നെയാ എന്ന് മണി പറയുന്നത് കേൾക്ക്. ഞങ്ങളുടെ സ്വന്തക്കാരോ? അതാരാ എന്ന് സുഭാഷും സംശയത്തോടെ ചോദിക്കുമ്പോഴാണ് സിറ്റൗട്ടിലേക്ക് എത്തിയ സുനന്ദയും സുഭാഷ് ഏട്ടനെയും കൂട്ടരെയും കണ്ട് സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കി നിൽക്കെ സുനന്ദ അങ്ങോട്ട് ഇറങ്ങി വന്ന് സുഭാഷ് ഏട്ടാ സുഖമായിരിക്കുന്നോ? നിധി സുഖമല്ലേ എന്നൊക്കെ സന്തോഷത്തോടുകൂടി ചോദിക്കുന്നത് കേൾക്കെ സുനന്ദ എന്താ ഇവിടെ എന്ന് നിധിയും ചോദിക്കും. തറവാട്ടമ്പലത്തിൽ പൂജയും വഴിപാടുകളും നടത്താൻ വന്നതാ. ഞാനും അമ്മയും അശ്വിനും എല്ലാം ഉണ്ട്. ഇപ്പോ എത്തിയതേയുള്ളൂ എന്നൊക്കെ സുനന്ദ പറയുമ്പോഴേക്കും സുനന്ദയെ തിരിഞ്ഞുകൊണ്ട് ലളിതയും അതുവഴി വരുന്നുണ്ട്. സുനന്ദ മുറ്റത്ത് ആരോടൊക്കെയോ സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് ആരോടാ ഇവൾ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് ലളിതയും മുറ്റത്തേക്ക് ഇറങ്ങി വരിക. മണിയും പറയുന്നുണ്ട്, വാ ചേച്ചി, എല്ലാവരും നിങ്ങളുടെ സ്വന്തക്കാര് തന്നെയാ. കുടുംബങ്ങളെല്ലാം ഇപ്പോ ഒന്നായല്ലോ. നല്ല സമയത്താ വീട് വേറെ ആർക്കും കൊടുക്കാൻ തോന്നാതിരുന്നത്. നിങ്ങൾ ഇവരെ കൊണ്ടുപോയി എല്ലായിടത്തും ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് സുധീഷിനോടായി. സുധീഷെ, അകത്ത് 2 റൂം ഒഴിവുണ്ട്, അത് നിങ്ങൾ എടുത്തോളൂ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നാളെ പൂജയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യണം. ഞാൻ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മണി അവിടെ നിന്ന് പോവുകയാണ്. അവര് ദേഷ്യത്തോടെ നോക്കി ലളിതയും ചോദിക്കുന്നുണ്ട്, എന്തിനെല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണോ? നിങ്ങളെ കൊണ്ട് ഇത് വലിയ ശല്യമായല്ലോ. ഞങ്ങൾ എവിടെ പോയാലും അട്ടയെ പോലെ പിന്നാലെ ഒട്ടി വരും എന്ന് ചോദിക്കുന്നവർക്ക് സുധീഷും പറയുന്നുണ്ട്, നിങ്ങൾ ഇത്തിരി ഓവറായി സംസാരിക്കുന്നുണ്ടല്ലോ. ഈ തറവാട്ടമ്പലം അമ്മാവന് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലല്ലോ. നിങ്ങളുടെ മാത്രം ദൈവമല്ലല്ലോ തറവാട്ടമ്പലത്തിലുള്ളത്, ഞങ്ങളുടേതും കൂടിയല്ലേ. അത് കേട്ട് സുഭാഷും അവനെ തടഞ്ഞ് ഒന്ന് ചുമ്മാതിരിക്കെ സുധീഷ എന്ന് പറയുന്നുണ്ട്. ആ, നിങ്ങളെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടെ? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് പ്രശ്നമുണ്ടാക്കാനായി വന്നതല്ല എന്ന് അമ്മായി ചോദിക്കുന്നവർക്ക് സുഭാഷും പറയുന്നുണ്ട്, അതൊന്നുമല്ല അമ്മായി, തറവാട്ടമ്പലത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങോട്ടുള്ള വഴി അറിയില്ലായിരുന്നു. വല്യച്ഛനോട് ചോദിച്ചപ്പോ വല്യച്ഛനാണ് അഡ്രസ്സ് തന്നത്. ഞങ്ങളിവിടെ പ്രശ്നമുണ്ടാക്കാനായി വന്നതൊന്നുമല്ല. കുടുംബത്തോടൊപ്പം തറവാട്ടമ്പലത്തിൽ വന്ന് പൂജയും വഴിപാടുകളും നടത്താനായാ എത്തിയത് എന്ന് സുഭാഷ് പറയുന്നത് കേൾക്ക്. ആരോടാ നീ കള്ളക്കഥയെല്ലാം പറയുന്നത്? എന്റെ ചേട്ടൻ നിങ്ങൾക്ക് അഡ്രസ്സ് തന്നെന്നോ? സുനന്ദ അവളുടെ ഭർത്താവിന്റെ കൂടെ ഇങ്ങോട്ട് എത്തിയതറിഞ്ഞ് പ്രശ്നമുണ്ടാക്കാനായി വന്നതല്ലേ നിങ്ങൾ? എന്തിനാടാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? എന്റെ മോളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലേ നിങ്ങൾ എന്നൊക്കെ അമ്മായി അവരെ കുറ്റപ്പെടുത്തുന്നവൾക്ക് സുനന്ദയും പറയുന്നുണ്ട്. എന്താ അമ്മ ഇത്? തറവാട്ടമ്പലത്തിലേക്ക് വന്നതാണെന്ന് അവർ പറഞ്ഞില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറയുന്നത് എന്തിനാണെന്ന് അവൾ ചോദിക്കുക. ഒന്നും മിണ്ടാതെ ചുമ്മാതിരിക്കടി എന്ന് ലളിതയും അവള് വഴക്കു പറയുക. ഹരീഷും പറയുന്നുണ്ട്, ഇത് നോക്ക്, പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടാഞ്ഞിട്ടല്ല. പല സ്ഥലങ്ങളിലും ഞങ്ങൾ മൗനമായി ഇരുന്നതുകൊണ്ടാ നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കുമെല്ലാം നല്ലത് നടന്നത്. അത് ഓർമ്മയുണ്ടായിക്കോട്ടെ എന്ന്. ഒന്ന് മിണ്ടാതിരിക്കടാ എന്നവനെ വഴക്കു പറഞ്ഞ് സുഭാഷും അമ്മായിയോടായി. അമ്മായി, ഞങ്ങൾ ഒരു രാത്രി ഇവിടെ താമസിച്ച് രാവിലെ തറവാട്ടമ്പലത്തിൽ പോയി വഴിപാടുകളെല്ലാം നടത്തി മടങ്ങിക്കോളാം.
ആർക്കും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല ഞങ്ങൾ കുടുംബത്തോടെ ഇങ്ങോട്ടെത്തിയത്. അതൊന്നും മനസ്സിലാക്കാം അമ്മായി എന്ന് സുനന്ദയും പറയുന്നുണ്ട്. നമ്മളെപ്പോലെ അവരും തറവാട്ട് അമ്പലത്തിലേക്ക് വന്നത്. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്ന്. അപ്പോഴേക്കും സുനന്ദയെന്ന് വിളിച്ചുകൊണ്ട് അശ്വിനും അങ്ങോട്ടെത്തുകയാണ്. അശ്വിനോടായി സുനന്ദയും ആരാ വന്നിരിക്കുന്നത് കണ്ടില്ലേ? എന്റെ മാമനും കുടുംബവും നമ്മളെപ്പോലെ തറവാട്ട് അമ്പലത്തിലേക്ക് വഴിപാട് നടത്താനായി വന്നതാ എന്ന് പറയേ അശ്വിൻ അവർക്കെല്ലാവർക്കും നമസ്കാരം പറഞ്ഞ് അവരോട് കുശലാന്വേഷണം നടത്തുകയാണ്. നിങ്ങളെല്ലാവരും തറവാട്ട് അമ്പലത്തിലേക്ക് പൂജയും വഴിപാടുകളും നടത്താനായി വന്നതാണല്ലേ? ഞങ്ങളും അതിനു വേണ്ടി തന്നെയാ വന്നത്. കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അതുകൊണ്ടാ ഇപ്പൊ വന്നത്. ശരി, എല്ലാവരും വാ, അകത്തേക്ക് പോവാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അശ്വിൻ വിളിക്കെ സുനന്ദയും അവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പോയി ലഗേജ് എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെയും നികേഷിനെയും വിളിച്ച് ലഗേജ് എടുക്കാനായി പോവുക. സുനന്ദയും അശ്വിനുമെല്ലാം സുഭാഷിനോടും കൂട്ടരോടും കുശല അന്വേഷണം നടത്തുന്നത് കണ്ട് പരിഭ്രമത്തോടെ നോക്കി നിൽപ്പാ ലളിതയും. സുധീഷും കൂട്ടരും ലഗേജുമായി എത്തുമ്പോഴേക്കും അശ്വിനും സുനന്ദയും അവരെ സന്തോഷത്തോടുകൂടി ആ വീടിനകത്തേക്ക് സ്വീകരിച്ചു കൊണ്ട് പോവുകയാണ്. ആകെ വെപ്രാളത്തോടെ അമ്മായി അപ്പോഴേക്കും വല്യച്ഛൻ ഗംഗാധരനെ വിളിക്കുന്നുണ്ട്. ഗംഗാധരൻ കോൾ എടുക്കുമ്പോഴേക്കും ലളിത ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ, ചേട്ടനാണോ നമ്മുടെ തറവാട്ടമ്പലത്തിലെ അഡ്രസ്സ് സുഭാഷിനും കൂട്ടർക്കും കൊടുത്തത്? അതെ, ഞാനാ കൊടുത്തതെന്ന് ഗംഗാധരനും. എന്നിട്ട് അതെന്താ എന്നോട് പറഞ്ഞത് എന്ന് അമ്മായി ചോദിക്കും. ആദ്യം അഡ്രസ്സ് കൊടുക്കണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. അവന് അഡ്രസ്സ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചെന്ന് രാത്രി സ്വപ്നത്തിൽ ഈശ്വരൻ നേരിട്ട് വന്ന് എന്നോട് കൊടുക്കാനായി പറഞ്ഞു. അവരുടെയും തറവാട്ടമ്പലം കൂടിയാണല്ലോ. അഡ്രസ്സ് ചോദിച്ച് അവർക്ക് കൊടുക്കാതിരുന്നാൽ ദൈവകോപം ഉണ്ടായാലോന്ന് വിചാരിച്ച് പേടിച്ചാ ഞാൻ അഡ്രസ്സ് കൊടുത്തത്. അതുകൊണ്ടെന്താ, അവർ അടിക്കടിയൊന്നും പോവില്ലല്ലോ. എന്നെങ്കിലും ഒരിക്കൽ പോയാലായി. അത് വിട്ടേക്ക്. അല്ല, നിന്നോട് ഇതാരാ പറഞ്ഞത് എന്ന് ഗംഗാധരനും ചോദിക്കുന്നുണ്ട്. എന്നോട് ആര് പറഞ്ഞെന്നോ? ആ സുഭാഷും അവന്റെ അനിയന്മാരും കൂട്ടരും ഇവിടെ താമസിക്കാൻ എത്തിയിട്ടുണ്ട് എന്ന് ലളിത പറയുന്നവൾക്ക്. എന്താ നീ പറയുന്നത് ലളിതേ? അവരങ്ങോട്ട് വന്നെന്നോ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ, ചേട്ടൻ അഡ്രസ്സ് കൊടുത്താ പിന്നെ വരാതിരിക്കുമോ? ഭാസ്കരന്റെ ആ മരുമകൾ നിധി, ആ ഹിന്ദിക്കാരി പെണ്ണ് ചാന്ദിനി, ഇവരെല്ലാം കൂട്ടി ഒരു പടയായിട്ടാ ഇങ്ങോട്ടെത്തിയത്. ഇത്രയധികം പേർക്ക് താമസിക്കാൻ ഇവിടെ സ്ഥലമുണ്ട്. ആ മണി ഏർപ്പാടാക്കിയ വീട്ടിലാ ഞാനും സുനന്ദയും അശ്വിനും താമസിക്കുന്നത്. അവിടെ തന്നെയാ അവരും താമസിക്കാൻ എത്തിയത് എന്ന് ലളിത ദേഷ്യത്തോടെ പറയേ. അഡ്രസ്സ് കിട്ടിയ ഉടനെ തന്നെ അവരങ്ങോട്ട് തിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ഗംഗാധരനും. നല്ല വിചാരം തന്നെ. അവരെല്ലാവരും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. തറവാട്ടമ്പലത്തിലേക്ക് വന്നിട്ട് എനിക്കൊരു സമാധാനവുമില്ല. സുനന്ദയെയും അവരും ഒരുമിച്ച് ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എന്റെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. എന്തു ചെയ്യുമെന്ന് പോലും എനിക്കിപ്പോ നിശ്ചയമില്ല എന്ന് ലളിത വെപ്രാളത്തോടെ പറയേ. സുനന്ദയുടെ കല്യാണം കഴിഞ്ഞ കാര്യം അവർക്കറിയില്ലേ? തെറ്റായൊന്നും നടക്കാൻ പോകുന്നില്ല. നീ അതുതന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ എന്ന് ഗംഗാധരനും ലളിതയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്ന് താമസിച്ചു നോക്ക്. അപ്പോഴേ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാവും. സുനന്ദയുടെ കാര്യം പോട്ടെ, അവരെല്ലാ കാര്യങ്ങളും അശ്വിനോട് തുറന്നു പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? സമാധാനത്തോടെ തറവാട്ടമ്പലത്തിൽ പൂജയും വഴിപാടുകളും നടത്താൻ എത്തിയപ്പോഴാ അവരും വന്നിരിക്കുന്നത് എന്നുള്ളത് ദേഷ്യത്തോടെ പറയേ. അവരിപ്പോഴങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചോ എന്ന് ഗംഗാധരൻ. ആവശ്യമില്ലാത്ത പണിയെല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി വർഷം പൂജയും വഴിപാടുകളും എന്നും പറഞ്ഞ് അവരിങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ തറവാട്ടമ്പലം അവർ കൈക്കലാക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, അവരെയൊന്നും ഞാൻ വെറുതെ വിടില്ല. എല്ലാം ചേട്ടനെ കൊണ്ട് പറ്റിയതാ. സ്വപ്നം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അഡ്രസ്സും കൊടുത്തിരിക്കുന്നു. ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്നോർത്ത് എനിക്ക് ആദ്യ കൂടുകയാണ് എന്നൊക്കെ വെപ്രാളത്തോടെ ലളിത പറയുന്നത് കേൾക്കേ. എന്റെ ലളിത, നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കെ. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരണോ എന്ന് ഗംഗാധരൻ ചോദിക്കേ. പിന്നെ ചേട്ടൻ വന്നാൽ അവരങ്ങ് പേടിച്ചോടുകയല്ലേ. അവര് വന്ന് തുലഞ്ഞില്ലേ, ഞാൻ എല്ലാം എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തോളാം. ആരെ വിളിച്ച് ഈ ടെൻഷനെല്ലാം പറയണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ ചേട്ടനെ വിളിച്ച് പറഞ്ഞത്. ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് ലളിത പറയേ. ലളിതേ, നീ ടെൻഷൻ ആവുന്നത് പോലെയൊന്നും നടക്കില്ല. അവർ തറവാട്ടമ്പലത്തിൽ പോയി പൂജയും വഴിപാടുകളും എല്ലാം നടത്തി മടങ്ങിക്കോളും. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കേ. ഞാൻ അങ്ങോട്ട് വന്ന് അവരെ വിരട്ടി ഓടിച്ചോളാം എന്ന് ഗംഗാധരൻ ആശ്വസിപ്പിക്കേ. ശരി ചേട്ടാ, ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞ് ലളിത കോൾ വെക്കുകയാണ്.